നമ്മൾ പ്ലാൻ ചെയ്തു പോകുന്ന എല്ലാ കാര്യങ്ങളും നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇന്ന് അത്തരത്തിലുള്ള ഒരു ദിവസമാണ്. ഇന്നതാ ഈ നിൽക്കുന്ന എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്. പുള്ളിക്കാരിക്ക് ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാനായിട്ട് ഞാനും എന്റെ കുറച്ച് ഫ്രണ്ട്സോടി കുറച്ച് നാൾക്ക് മുന്നേ കുറേ ഡിസ്കഷൻ നടത്തിയായിരുന്നു. എന്തായാലും അവർക്ക് കേക്ക് വാങ്ങാൻ പോകുന്ന വഴിക്ക് നമുക്ക് 8ന്റെ പണി തന്നെ കിട്ടി. നല്ല മഴയായിരുന്നു. പിന്നെ കുറച്ച് നേരം ഇവിടെ കയറി ഇങ്ങനെ നിന്നു. ഇവരൊക്കെയാണ് എന്റെ ഫ്രണ്ട്സ്. നമുക്ക് എല്ലാവർക്കും പരസ്പരം ഏകദേശം 11 കൊല്ലമായിട്ട് അറിയാം. 11 കൊല്ലമായിട്ട് എല്ലാവർക്കും അറിയാമെങ്കിലും ഇങ്ങനെ കേക്ക് മുറിച്ചുള്ള ബർത്ത്ഡേ ഫംഗ്ഷൻസ് ഒക്കെ ഇത് ആദ്യമായിട്ടാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, പഠിക്കാൻ വേണ്ടി 10 വരെ നമ്മൾ ഒരുമിച്ചായിരുന്നെങ്കിലും പിന്നെ അങ്ങോട്ട് ഒരുമിച്ചേ അല്ലായിരുന്നു. എല്ലാവരും പഠിക്കാൻ വേണ്ടി പല വഴിക്ക്. ഇപ്പോൾ നമ്മൾ എന്തായാലും അടുത്തുള്ള ഒരു ബേക്കറിയിൽ പോയിട്ട് ഒരു കേക്ക് മേടിച്ച് അതിനകത്ത് ഹാപ്പിക്ക് വൈ എഴുതിയില്ലെന്നും പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കൂടി ആ ചേട്ടനെ ചുറ്റിനും കൂടി നിന്നിട്ട് വൈ എഴുതി. അല്ലെങ്കിൽ പിന്നെ കേക്ക് കാണുമ്പോൾ പുള്ളിക്കാരുടെ ഹാപ്പിനെസ്സിന് എന്തെങ്കിലും കുറവ് വന്നാലോ. നമ്മൾ പ്ലാൻ ചെയ്ത എല്ലാ കാര്യം നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ വിചാരിച്ചത് നമുക്ക് എല്ലാവർക്കും കൂടി വണ്ടി എവിടെയെങ്കിലും വെച്ചിട്ട് അവളുടെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് സർപ്രൈസ് കൊടുക്കാനാണ്. പക്ഷെ നമ്മൾ വരുന്നത് അവൾ മുറ്റത്ത് തന്നെ കണ്ടു. എന്തൊക്കെയായാലും പുള്ളിക്കാരി ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ ട്രോഫിയിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വായിക്കാനുള്ള വിദ്യാഭ്യാസം ഈ കൂട്ടത്തിലുള്ള ആർക്കും ഇല്ല. മര്യാദക്ക് തത്ത പറയുന്ന പോലെ പറഞ്ഞോണം. ആ കിളവന്റെ സന്തതിക്ക് പോകാൻ. സന്തതിയാ? മറ്റേ പദ്ധതിയില്ല, പദ്ധതി. 70-ാം വയസ്സിലെ 16 അടിയന്തര ചടങ്ങ്. എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഇത് തന്നെയാണല്ലോ പരിപാടി. ആരെങ്കിലും ഒക്കെ എയറിൽ കയറ്റുക. പിന്നെ എന്തായാലും വളരെ സന്തോഷത്തോടെ അവൾ നമ്മൾ കൊണ്ടുവന്ന കേക്കൊക്കെ കട്ട് ചെയ്തു. ഇയാളുടെ ആദ്യത്തെ മനുഷ്യജന്മമാണിത്. മുജ്ജന്മത്തിൽ അട്ടയായിരുന്നു. അയ്യോ എന്ത് രുചി. വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കിക്കൊണ്ട് കൊടുക്കാം. അയ്യോ ശിഖണ്ഡികൾ രമേശ, ഞാൻ പണിയുറങ്ങട്ടാ. അരഹര മഹാരാജ്. സ്നേഹിത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്കണേ. ബൈ.